ടൊയോട്ട ഇന്നോവ തന്നെയാണ് 2011 മോഡൽ വരും. ഇതും ഒറിജിനൽ കേരള വാഹനം, തേർഡ് ഓണർഷിപ്പിൽ വരുന്നൊരു വാഹനമാണ്. ഇത് വരുമ്പോഴത്തേന് 2017-18 മോഡൽ വരുന്ന ഇന്നോവ ക്രിസ്റ്റ സെക്കൻഡ് ഓണർഷിപ്പ് വരും. 1,63,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന വാഹനമാണ്. ഇത് വരുമ്പോഴത്തേന് 2016 ഇസഡ് ഓട്ടോമാറ്റിക് ആണ്. 2.8 ലിറ്റർ വരുന്ന ഇന്നോവ ക്രിസ്റ്റയാണ് വരുന്നത്. ഇത് വരുമ്പോഴത്തേന് 2017 മോഡൽ ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് വേരിയന്റിൽ വരുന്നൊരു വാഹനമാണ്. ഇത് വരുമ്പോഴത്തേന് 2020 മോഡൽ ഇന്നോവ ക്രിസ്റ്റ ഇസഡ് ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് 2.4 ഇസഡ് ഓട്ടോമാറ്റിക് ആണ് ഇത് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഇന്നലത്തെ വീഡിയോയുടെ ബാലൻസ് ആണല്ലോ. അതായത് കൊല്ലം ജില്ലയിൽ മേവറോ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെ നിസാൻ്റെ ഷോറൂമിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന OLX എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ എടുക്കാവുന്ന ടൈപ്പ് വണ്ടികളാണ് കാണിച്ചത്. ഇത്തവണ നമ്മൾ കാണിക്കാൻ പോകുന്നത് ടൊയോട്ട വണ്ടികളുടെ ഒരു മേള, ഒരു ചാകര എന്നൊക്കെ പറയാവുന്ന രീതിക്ക് ഒരു കിൻഡ് വണ്ടി കിടക്കുക. അതുകൊണ്ടാണ് ഞാനിത് 2 വീഡിയോ ആക്കിയത്. കാരണം ഏകദേശം ഒരു 17 വണ്ടിയോളം ഇതിൻ്റെ തന്നെ ഉണ്ട്. അതിൽ തന്നെ ഓടിയുണ്ട്, മറാസ ഉണ്ട്, അങ്ങനെയുള്ള വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അപ്പം ടൊയോട്ട വണ്ടികളാണ് തോനെയും. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉതകുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ ഒരു കോമ്പസ് കിടപ്പുണ്ട് കേട്ടോ, ജീപ്പ് കോമ്പസ് കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏത് വലിയ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും ഉപകാരപ്പെടുന്ന അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ വിശേഷങ്ങൾ, കഴിഞ്ഞ വീഡിയോയുടെ വിശേഷങ്ങൾ പറഞ്ഞ അജ്മലിനോട് ചോദിച്ച് മനസ്സിലാക്കാം. വാ. 2012 മോഡൽ ഇന്നോവയാണ് നമ്മൾ വന്നേക്കുന്നത്. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തിരുന്ന പ്രൊജക്ടർ ഹെഡ് ലാമ്പും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്ന ഒരു വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഇന്നോവയാണ്. സിംഗിൾ ഓണർ, ഒറിജിനൽ കേരളയാണോ? ഒറിജിനൽ കേരള. ആംബിയൻസ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? അതെ. കാരണം വെച്ചാൽ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയറിലും പക്കാ ക്വാളിറ്റി കിടക്കുന്ന ഒറിജിനൽ കേരള വാഹനം. ഈ ആൻഡ്രോയിഡ്, ഇതിനകത്ത് ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം വെച്ചേക്കുമല്ലേ? ഇതിനകത്ത് വെച്ചേക്കുന്ന ആൻഡ്രോയിഡ് അഡീഷണൽ ചെയ്തേക്കുന്നതാണ്. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നു. ജി വേരിയന്റ് വരുന്ന വാഹനമാണ്. ടോപ്പൊക്കെ നോക്കിയാലൊക്കെ വണ്ടിക്ക് അതിൻ്റെതായ വൃത്തിയുണ്ട്, വൃത്തിക്കൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഡോറൊക്കെ നോക്കി. ഏത് വർഷമായിരുന്നു ഇത്? 2012. നമുക്ക് ഇതിനകത്ത് ഒറ്റക്കായി ഓടിക്കുന്ന വാഹനമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, കാണുന്നവർക്ക് അറിയാൻ പറ്റും. ടയർ ആവറേജ് ഉണ്ട്, കുഴപ്പമില്ല. ആവറേജ് അല്ല, കുറച്ച് മേജർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ് ഇത്. മേളിൽ ടോപ്പ് അടിച്ചേക്കോ അല്ലേ? ഏതാ ഇത് ടോപ്പ്? അതെ. സ്റ്റിക്കറാണോ അതോ പെയിന്റ്? എത്ര ചോദിക്കുന്നത്? നമുക്ക് ഇത് വരുമ്പോഴത്തേനും നമുക്ക് 6,99,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. 6,00,000 ഫൈനൽ റേറ്റ് ആണ്. സിൽ കണ്ടീഷൻ ഫൈനൽ റേറ്റ് നമുക്ക് 6,99,000 രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം ചെയ്യാൻ പറ്റും. വണ്ടി ബോഡിയൊക്കെ ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. ഇതൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് മെയിനായിട്ട് ഈ ഫ്രണ്ട് തന്നെ നമ്മൾ ഫേസ് ലിഫ്റ്റ്, അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, ഇതെല്ലാം നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. LED DRLs എല്ലാം വരുന്നുണ്ട്. കാരണം ഇത് എടുക്കുന്നതിന് അഡീഷണൽ ഇതിനകത്തൊന്നും ചെയ്യാനോ കാര്യങ്ങളൊന്നും നിൽക്കണ്ട. വേണ്ടുന്ന എല്ലാ ഇതും ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. ലീഗലി ഉള്ളതാണല്ലോ? ലീഗലി ഉള്ളതാണ്. വെളി കൊണ്ടുനടക്കാൻ പറ്റാത്ത വരുമൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഒന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദിച്ചത്? എത്ര? ഇത് നമുക്ക് 6,99,000 രൂപയ്ക്ക്. 6,99,000 2012 സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള വാഹനം. ടൊയോട്ട ഇന്നോവ തന്നെയാണ്. 2011 മോഡൽ വരും. ഇതും ഒറിജിനൽ കേരള വാഹനം, തേർഡ് ഓണർഷിപ്പിൽ വരുന്നൊരു വാഹനമാണ്. ടയർ ഭാഗവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു 90% ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ സീറ്റും കാര്യങ്ങളെല്ലാം നല്ല അഡീഷണൽ ചെയ്തേക്കുന്നതാണ്, നല്ല ക്വാളിറ്റി ഉള്ള. ഇതിൽ ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം, നേരത്തെ ആ സാധനം ഇച്ചിരി വലുതായിരുന്നു. പക്ഷെ വണ്ടിക്കകത്ത് വൃത്തി രണ്ടിലും ഒരേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തേക്കുന്ന വാഹനമാണ് കേട്ടോ. കൺവേർട്ടഡ് ആണ്. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തേക്കുന്ന ഒരു വാഹനമാണ്. ഇത് വരുമ്പോഴത്തേന് മറ്റേത് പറയുമ്പോഴത്തേനും G ആണ്. ഇത് വരുമ്പോഴത്തേന് V വേരിയന്റ് ആണ് വരുന്നത്. V ഓപ്ഷൻ വരും. 2 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്ന ഒരു വാഹനം. മേജർ സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വെള്ള സീറ്റ് ആണെങ്കിലും. കാരണം ടൊയോട്ട വാഹന പ്രേമികൾക്ക് അത്യാവശ്യം ഈ ഒരു വണ്ടി വന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി, ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. ഒറിജിനൽ കേരള വാഹനം. എത്ര ചോദ്യം? എങ്ങനെ ചോദ്യം? നമുക്കിത് ഫൈനൽ നമുക്ക് 6.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്യാം. ഫൈനൽ റേറ്റ് ആണ്. ഫൈനൽ റേറ്റ് 6.5 lakhs നമുക്ക് ഫൈനൽ ചെയ്യാം. ഓൾറെഡി നോക്കിയാൽ മതി. ടൊയോട്ടയുടെ ഒരു മാർക്കറ്റ് റേറ്റ് ഇന്നത്തേക്ക് നോക്കുമ്പോഴത്തേനും 2011 വണ്ടിയും 12 വണ്ടിയും ഒറിജിനൽ കേരള വാഹനം. ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ അതർ സ്റ്റേറ്റ് വാഹനം ഈ വിലയ്ക്ക് കിട്ടത്തില്ല.
അതർ സ്റ്റേറ്റ് വാഹനം പോലും നമുക്ക് എങ്ങനെ നോക്കിയാൽ 2012 ഇത്രയും വർക്ക് ചെയ്തേക്കുന്ന ഒരു വാഹനം 12-ന്റെ തന്നെ ഇത്രയും വർക്ക് ചെയ്തേക്കുന്ന ഈ റേറ്റ് വരുന്നുണ്ട്. അതേ ആ സെയിം പ്രൈസിൽ തന്നെ നമ്മൾ ഒറിജിനൽ കേരള വാഹനമാണ് ഇവിടെ കൊടുക്കുന്നത്. അടുത്ത് വരുന്നത് ക്രിസ്റ്റ 2019 മോഡൽ 93,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന ഒരു വാഹനമാണ്. HR ആണ് രജിസ്ട്രേഷൻ വരുന്നത്. അതർ സ്റ്റേറ്റ് വാഹനമാണ്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം. നല്ല ടയേഴ്സ് ഉണ്ട്. ടയേഴ്സും കാര്യങ്ങളെല്ലാം നല്ല രീതിയിലുണ്ട്. വണ്ടി ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഹൈ ക്വാളിറ്റി കിടക്കുന്ന ഒരു വാഹനമാണ്. ഇത് വരുമ്പോഴത്തേനും നമുക്ക് പെയിൻറ്റിങ് ക്വാളിറ്റി ആയാലും നമ്മൾ HR അപ്പോൾ അതർ സ്റ്റേറ്റ് ഒക്കെ വരുന്ന ആൾക്കാർ അത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. G ആണ് വേരിയൻറ്റ് വരുന്നത്. ഇത് വരുമ്പോഴത്തേന് ഇന്നോവ ക്രിസ്റ്റ G വേരിയൻറ്റ്. പക്ഷേ ഇത് സീറ്റ് കവേഴ്സ് ഇല്ല. അല്ലാത്ത പക്ഷം വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. ഓരോ വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഇതെന്ത് ഓടി? ഇത് വരുമ്പോഴത്തേന് വണ്ടി ഓടിക്കുന്നത് പറയുമ്പോഴത്തേന് 93,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്നതാണ്. ഏകദേശം 1 ലക്ഷത്തിനകത്ത് മാത്രം കിലോമീറ്റർ ഓടിക്കുന്നത് ഒരു ക്രിസ്റ്റയാണ്. അതർ സ്റ്റേറ്റ് വാഹനം. അതർ സ്റ്റേറ്റ് അല്ലേ? നമുക്കിത് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഈസ്റ്ററിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അവൈലബിളാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേനും നമുക്ക് ചോദിക്കുന്ന വില നമുക്ക് കേരളത്തിലോട്ടാക്കി 16 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 16 ലക്ഷം. 2019 വണ്ടിയാണ്. 16 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കേരളത്തിലോട്ടാക്കി പേപ്പർ മാറ്റി ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ആക്കിയിട്ടില്ല, നിലവിലാക്കിയിട്ടില്ല. നിലവിൽ HR രജിസ്ട്രേഷൻ ആണ്. ഇതിൻ്റെ എംബ്ലം ഒന്ന് ഇളകി പോയി. നമ്മൾ അതും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരും. അടുത്തൊരു ടാക്സി അങ്ങനത്തെ നോക്കുന്ന ആൾക്കാർക്ക്, ടാക്സി മാത്രം നോക്കുന്ന ആൾക്കാർ അല്ലാതെ നമുക്ക് പ്രൈവറ്റിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം മേതിൽ നമുക്കിതിപ്പോൾ ടാക്സി രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനമായിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 2022 മറാസോ M2 വേരിയൻ്റ് ആണ് ഇത് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. ബേസ് ആണ് വേരിയന്റ്? അല്ലല്ല, ബേസ് അല്ല, സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. 59,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വാഹനമാണ്. ജെന്യൂൻ കിലോമീറ്റർ. ടാക്സി ഓടിയ വണ്ടിയാണ്. അപ്പോൾ ജെന്യൂൻ ആയിരിക്കും ഇത്രയും കുറഞ്ഞ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ? തീർച്ചയായിട്ടും ആയിരിക്കും. 22 വണ്ടിയാണ്. വണ്ടി ഇപ്പം 16 14 അല്ല നമ്മൾ പറയുന്നത്. ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് വണ്ടി. വണ്ടിയുടെ കണ്ടീഷൻ കണ്ടാൽ തന്നെ അറിയാമായിരിക്കുമല്ലോ നമുക്ക്. ഏകദേശം നമുക്ക് വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത് ഞാൻ നേരത്തെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ അതാ പറഞ്ഞത്, നല്ല എഞ്ചിനൊക്കെ നല്ല ക്വാളിറ്റി എഞ്ചിനാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. അതെ, തീർച്ചയായിട്ടും. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടോപ്പൊക്കെ നോക്കിയാലൊക്കെ അത് നല്ല രീതിയിൽ നമ്മളതല്ലേ നമ്മൾ ഇത്രയും ഉറപ്പ് പറയുന്നത്. ഒരു കസ്റ്റമറിന് മെക്കാനിക്കിനെയോ ആരും വേണമെന്ന് കണ്ണിൽ കൊണ്ട് കാണിക്കാം. അതിലൊന്നും നമ്മളൊരു ഇതും പറയുന്നില്ല കസ്റ്റമറിന്. ഓക്കെ. ആ വണ്ടി നമുക്ക് ബോഡി അണ്ടർ ബോഡി നമുക്ക് നോക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് എത്ര ചോദ്യം? നമുക്ക് മറാസോ വരുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു 7.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. 2022 M2 വേരിയൻറ്റ്. ഇപ്പം നിലവിൽ ഈ ഒരു ടാക്സി വേരിയൻറ്റ് നമുക്ക് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ 9 ലക്ഷം രൂപയൊക്കെയാണ് ചോദ്യം വരുന്നത് വില. 9 വരും. പുറത്ത് മാർക്കറ്റ് റേറ്റ് ഈ ടാക്സി തന്നെ നമുക്ക് 9 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. 2022 വണ്ടിയാണ്. 9-10 ലക്ഷം രൂപയ്ക്ക് അകത്ത് വില വരുന്നൊരു വാഹനമാണ്. ആ വണ്ടിയാണ് നമ്മളിപ്പോൾ 7.25 ലക്ഷം രൂപയ്ക്ക് മറാസോ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ടാക്സി നല്ല ടയേഴ്സ്, ടാക്സി പ്രൊഫൈലുള്ള കസ്റ്റമറിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻസ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ചെയ്യാൻ പറ്റും. ടാക്സി പ്രൊഫൈലുള്ള കസ്റ്റമർ വന്നാൽ പോലും. കാരണം വെച്ച് കഴിഞ്ഞാൽ മിക്കയിടത്ത് നമുക്ക് വരുന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ടാക്സി പ്രൊഫൈലുള്ള കസ്റ്റമേഴ്സിന് ഫിനാൻസ് കയറാൻ ഒരു പാടായിരിക്കും. പക്ഷെ നമ്മളിവിടെ ടാക്സി പ്രൊഫൈലുള്ള കസ്റ്റമറിന് പോലും നമ്മൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത മാരുതിയുടെ ബ്രസ്സയാണ് വരുന്നത്. ഇത് വരുമ്പോഴത്തേന് 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 73,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ബ്രസ്സയാണ്. VD വേരിയന്റ് വരും. കിലോമീറ്റർ ജെന്യൂൻ ആണേ? കിലോമീറ്റർ എല്ലാം ജെന്യൂൻ. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനം. ബോഡിയൊക്കെ പോകാം, വണ്ടി വൃത്തിയുണ്ട് കാണാൻ. ടയേഴ്സൊക്കെ നോക്കിയാലും അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. നല്ല വീൽസുകളല്ല. വണ്ടിക്കകം നോക്കിയാലൊക്കെ കാണാനൊക്കെ പോകണം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരുന്ന മോഡലില്ല. എത്ര ചോദിക്കുന്നത്? നമുക്ക് 7,55,000 രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫൈനൽ. 2018 സിംഗിൾ ഓണർഷിപ്പ് VD. ഇതൊക്കെ ഏകദേശം ഫുൾ ഓൺ കയറുന്നൊരു വണ്ടിയാണ് കേട്ടോ. ഫുൾ ഓണിലൊക്കെ കയറും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളും വേറെ മറ്റു ഒന്നുമില്ല. നിലവിലെ മാർക്കറ്റ് റേറ്റ് ഒക്കെ 8 ലക്ഷത്തിന് എബോ വരുന്നൊരു വാഹനമാണ് കേട്ടോ. നീ അത്യാവശ്യം നല്ല വില കുറച്ചിട്ടിട്ടുണ്ട് എന്ന് ധരിപ്പിക്കാനാണോ ഇതിങ്ങനെ എപ്പോഴെപ്പോഴും എന്നോട് പറയണേ? ഒരിക്കലില്ല. അല്ല, നമുക്ക് പറയണ്ട. നമുക്ക് കസ്റ്റമേഴ്സിന് ആ ഒരു ഫുൾ ഓൺ കയറുന്ന വാഹനമൊക്കെ ആകുമ്പോഴത്തേന് ഒരുപാട് കസ്റ്റമേഴ്സ് ഫുൾ ഓൺ കയറുന്ന വാഹനങ്ങളെന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ ടയർ ഭാഗം ആയാലും വണ്ടി എല്ലാം നല്ല പക്ക ക്വാളിറ്റി കിടക്കുന്ന ഒരു വാഹനമാണ്. അത് ഇന്ത്യയിൽ ബോഡി ഷേപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, വണ്ടികൾ കൊള്ളാം. ആ രീതിയിൽ വണ്ടി ഇതുവരെ കണ്ട വണ്ടികൾ എനിക്ക് പോരായ്മയും തോന്നിയില്ല. ഓക്കെ. എത്ര ചോദിച്ചേ?
7,55,000 രൂപയ്ക്ക് ഫൈനൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നത് ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. 1.4 EX വേരിയന്റ് വരുന്നൊരു വാഹനമാണ് ക്രെറ്റ. EX SS-ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്തേക്കുന്നത് നമുക്ക് പറയാം. അലോയ്സും കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. അഡീഷണൽ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 70,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന ഹ്യുണ്ടായി ക്രെറ്റ. ബാക്ക് ടയർ നോക്കിയാലൊക്കെ നല്ല ടയർസ് കിടപ്പുണ്ട്. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ കിലോമീറ്റർ ആണ് വരുന്നത്. ഏകദേശം നമുക്ക് കിലോമീറ്ററും കാര്യങ്ങളെല്ലാം ജെന്യൂൻ കിലോമീറ്റർ ആണ്. 70,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന ഒരു വാഹനം ഹ്യുണ്ടായുടെ ക്രെറ്റ. ഈ ആൻഡ്രോയിഡ് സിസ്റ്റൊക്കെ ഇത് വരുന്നതാണോ? അതെ അതെ അതെ. മാനുവലാണ് വണ്ടിക്കകം കാണാൻ. പിന്നെ ഈ ഹ്യുണ്ടായുടെ വണ്ടിക്കകമൊക്കെ കാണാൻ നല്ല പോഷ്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫോർട്ട്, നല്ല രീതിയിൽ ഡ്രൈവിംഗ് കംഫോർട്ട് കിട്ടുന്ന ഒരു വാഹനമാണ് കേട്ടോ ഹ്യുണ്ടായുടെ ക്രെറ്റയൊക്കെ. ഡീസൽ വേരിയൻ്റ് ആണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടും. എത്ര മൈലേജ്? അപ് ടു 18 ഏകദേശം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. കിട്ടുന്നുണ്ട്. ഓക്കെ. ഫോർഡോ, പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ നമ്മൾ ഏറ്റവും ഇതിനകത്ത് മെയിൻ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് അലോയ്സൊക്കെ നല്ല അലോയ്സും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 9.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്യാം ഫൈനൽ. 9.5. 2019 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉള്ള വാഹനമാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടി അല്ല. അതെ അതെ. ഇത് വരുമ്പോഴത്തേന് 2018 റിനോൾട്ട് ഡസ്റ്റർ ആണ്. 5 സീറ്റർ വാഹനം. RX Z വരുന്ന ഒരു വാഹനമാണ്. ഡീസൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വണ്ടി. 110 PS. കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഒറിജിനൽ കേരള തന്നെ? ഒറിജിനൽ കേരള. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ റിനോൾട്ടിന്റെ ഏറ്റവും നല്ല ടോപ്പ് സെല്ലിംഗ് നടന്നൊരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഡസ്റ്റർ. ഡസ്റ്റർ വിറ്റ പോലെ ഇപ്പോഴും അതിന്റെ മാർക്കറ്റ് നല്ല രീതിയുണ്ട് ഡസ്റ്ററിനൊക്കെ. വില കൂടുതൽ ചോദിക്കാനാണോ? ഒരിക്കലും ഇല്ല. നമ്മൾ വിലയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നല്ല രീതി വിലയും കാര്യങ്ങളെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് തോന്നല്. വില കൂടുതലിന് വേണ്ടി തുടക്കവേ എറിയാണോ നീ? അതുകൊണ്ട് ചോദിച്ചാ. സീറ്റ് കവറ് ചെയ്തിട്ടില്ല. ഇത് നോർമൽ സംഭവമായിട്ട് തന്നെ കിടക്കണേ. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ വണ്ടി കൊള്ളാം. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേനും നമുക്ക് 5,85,000 രൂപയ്ക്ക് നമുക്ക് ഫൈൽ ചെയ്യാം. ലാസ്റ്റ് വിലയാണ്? അതെ, ലാസ്റ്റ് വിലയാണ്. 2018 സിംഗിൾ ഓണർഷിപ്പ് വരുന്ന 50,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു വില നോക്കിയാൽ മതി. വരുന്നവർക്ക് ഓൾറെഡി വേണമെന്നുണ്ടെങ്കിൽ നിലവിലെ ഫേസ്ബുക്കിലോ OLXലോ കയറും ഇതിനൊരു മാർക്കറ്റ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടത്തി നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും പ്രൈസൊക്കെ. അടുത്ത് വരുന്നത് നമ്മളൊരു Q3 ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2013 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 93,000 കിലോമീറ്റർ ഓടിക്കുന്ന ഒരു Q3, Audi Q3. ഇത് വരുമ്പോഴത്തേന് വണ്ടി അതർ സ്റ്റേറ്റ് ആണ്. ഡൽഹി രജിസ്ട്രേഷൻ ആണ്. കേരളത്തിലോട്ട് ചെയ്തിട്ടുണ്ട്. ആക്കി കേൾക്കുന്ന ഒരു വാഹനമാണ്. ആക്കിയിട്ടുണ്ട്. വണ്ടിക്കകം ഓടിയാവുന്നുണ്ട്. പിന്നെ ഇതുണ്ട് അതുണ്ടെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. വണ്ടി കണ്ട് ആസ്വദിക്കുക. ഇത് കിലോമീറ്ററൊക്കെ 93,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അതെ അതെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഏതാ വേരിയൻറ്റ്? കോട്രോ എന്ന് പറയുന്നത് 2 ലിറ്റർ TDI കോട്രോ എഞ്ചിൻ. ഓക്കെ. വണ്ടി നന്നായിട്ട് ഇരിപ്പുണ്ട്. അത് കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് നിലവിൽ നമുക്ക് ഫൈനൽ റേറ്റിൽ നമുക്കൊരു 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. 10 ലക്ഷം രൂപയ്ക്ക് Q3. ഒരു ഊഹ വില പറഞ്ഞാൽ എങ്ങനെ പറയും ഇതിൻ്റെ ഇറങ്ങിയപ്പോൾ? അവിടെ Q3യുടെ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആ BM പറഞ്ഞ ആ ഒരു റേഞ്ചൊക്കെ തന്നെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞല്ലേ? ഓക്കെ. വണ്ടി കാണാൻ എക്സാക്റ്റ് ആയിട്ടുള്ള അന്നത്തെ ഒരു മാർക്കറ്റ് റേറ്റ് നമ്മൾ എടുത്തിട്ടില്ല. ഒന്നുമില്ല. വണ്ടി ക്ലീൻ പീസ് സാധനം. ബോഡിയൊക്കെ കണ്ടിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. വണ്ടി ഓവറോൾ കൊള്ളാം. ടോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അല്ലേ? സൺറൂഫും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. ആ രീതിയിലും വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഇതൊക്കെ വർക്ക് ചെയ്യുമല്ലോ? കേട്ടില്ല. സൺറൂഫൊക്കെ എല്ലാം വർക്കാണ്. വണ്ടിക്കകത്ത് ഒരു കാര്യമില്ല. എല്ലാ വണ്ടി ഇപ്പോഴും കണ്ടീഷൻ തന്നെയാണ്. ഓക്കെ. ഏകദേശം 50,000 അന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഒരു ഏകദേശം ഒരു 35-40 ഓൺ റോഡ് വരെ ആയിരിക്കും. എനിക്ക് ഏകദേശം തോന്നുകയാണെങ്കിൽ 40 രൂപ പുറത്ത് വരും ഓൺ റോഡ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് Q3 ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് അതർ സ്റ്റേറ്റ് അല്ലേ? അപ്പം നമുക്ക് ഇതിന്റെ ലോൺ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ കേരളത്തിലോട്ട് ആക്കി കിടക്കുക. ഇത് വരുമ്പോഴത്തേന് 2020 മോഡൽ ഇന്നോവ ക്രിസ്റ്റ Z, ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് 2.4 Z ഓട്ടോമാറ്റിക് ആണ് ഇത് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒറിജിനൽ കേരള വാഹനം. ഏറ്റവും ലോ കിലോമീറ്റർ 25,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വാഹനമാണ്. ജെന്യൂൻ കിലോമീറ്റർ. ഇത് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. 2024 സെപ്റ്റംബറിൽ 21,000 കിലോമീറ്റർ ഫൈനൽ സർവീസ് ചെയ്തിരിക്കുന്ന വാഹനമാണ്.
അതിന് വലിയ ഓടിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. 25 ഇപ്പോൾ ഒരു 5-6 മാസം ആയതേ ഉള്ളൂ. വണ്ടിക്കകം കണ്ട അത് പറയാം. ഇപ്പം ഇത്രയും കിലോമീറ്റർ, ഇതിനേക്കാൾ കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ അകം കണ്ടപ്പോഴേ നല്ല വൃത്തിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് വണ്ടിക്കകം നോക്കണ അത് വെച്ച് പറയാന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. അല്ല, ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഈ ഒരു തീം വരുന്ന ഇൻറ്റീരിയറാണ്. നമുക്ക് വൈറ്റ് അല്ല ഇത് വരുന്നത്. ആക്ച്വലി ഇതിൻ്റെ തീം വൈറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ല ക്വാളിറ്റി തന്നെ നടക്കുന്നത്. ബാക്ക് ടയറും കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ടയറാണ്. ഓക്കെ, നല്ലൊരു അലോയ് വീൽസ് ഉണ്ട്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേനും നമുക്ക് 26.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. 26.25 ലക്ഷം രൂപ. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത് ക്രിസ്റ്റ ഈ മോഡൽ ഇറങ്ങുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മാർക്കറ്റിൽ ഇസഡ് 2.4 അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഈ ഒരു വരുന്ന വേരിയന്റിന്. എങ്ങനെ മൈലേജ് എങ്ങനെ? ഇതിനെന്ന് പറയുമ്പോഴത്തേനും ഇപ്പം നമ്മൾ നോർമലി ഒരു 10-12 കിട്ടുന്ന സമയത്തൊക്കെ ഇതിനൊരു 10-15 മൈലേജ്, ഒരു 14-15 എന്തായാലും കിട്ടും. അടുത്ത വരുന്നത് 2016 മോഡൽ ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റയാണ്. 2.4 വരും, ജി വേരിയന്റ്, GX വേരിയന്റ് വരുന്ന വാഹനം. സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണർ വണ്ടി. എന്ത് ഓടിയിട്ടുണ്ട്? 1,96,000 കിലോമീറ്റർ. മേജർ സർവീസ് ഒക്കെ എല്ലാം കഴിഞ്ഞതാണ്. പ്രോപ്പർ സർവീസും കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനം തന്നെയായിരുന്നു. 2016 ലാസ്റ്റ് വരെ ഏകദേശം നവംബറൊക്കെ വരുന്നൊരു വാഹനമാണ്. ഇതിന്റെ സർവീസ് അവസാനമായിട്ട് ചെയ്തത് ഏത് സമയത്താണെന്നുള്ള അറിയാം? അതിൻ്റെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. നമുക്ക് വിളിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും പ്രോപ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാ കസ്റ്റമറിന് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷോറൂമിൽ തിരക്കാം. ഏതാ ജെനുവിൻ കിലോമീറ്റർ ആണ്. 1,96,000 കിലോമീറ്റർ എന്ന് പറയുന്നത് ജെനുവിൻ കിലോമീറ്റർ തന്നെയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേനും നമുക്ക് 13.25 ലക്ഷം രൂപ. 13.25. 2016 സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള വരുന്ന വാഹനം. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്കകത്ത് നിലവിൽ. ഒന്നുമില്ല പ്രത്യേകിച്ച്. റീപ്ലേസ്മെന്റ് ഉണ്ട് പറയുമ്പോൾ. ശരിയാ, ബമ്പർ, ഫ്രണ്ട് ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ആണ് ഈ ഒരു വാഹനത്തിന്. നല്ല മേജർ ഇടിയാണ്. അല്ലല്ല, ഇടിയ ക്രോസ് ബമ്പറോ കാര്യങ്ങളൊന്നും വണ്ടി ടച്ച് ചെയ്തിട്ടില്ല. അല്ലാതെ ചെറിയ ഇൻഷുറൻസിൽ തന്നെ ക്ലെയിം ചെയ്തേക്കുന്ന ഒരു വാഹനം. അത് ഹിസ്റ്ററി എടുക്കുമ്പോഴത്തേന് കസ്റ്റമർ അറിയാൻ പറ്റും. ചെറിയ മൈന്യൂട്ട് വർക്കാണ്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേന് 13.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. ഇത് വരുമ്പോഴത്തേന് 2017-18 മോഡൽ വരുന്ന ഇന്നോവ ക്രിസ്റ്റ സെക്കൻഡ് ഓണർഷിപ്പ് വരും. 1,63,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന വാഹനമാണ്. ഡൽഹി രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനം. കേരളം ആക്കിയിട്ടില്ല. ഡൽഹി രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനമാണ്. നമുക്കിത് കേരളത്തിലോട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്താക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആയിരിക്കുമോ? ജെനുവിൻ കിലോമീറ്റർ. 1,63,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വാഹനം. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. കേരളയിലോട്ട് ആക്കി കൊടുക്കുമ്പം എങ്ങനെയാവും വില? നമുക്കിത് 15.25 ലക്ഷം രൂപയ്ക്ക് ചെയ്യാം. 15.25. വണ്ടിക്ക് അങ്ങനെയൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. കാരണം ഇപ്പം ഈ ഒരു മോഡൽ ക്രിസ്റ്റ ഇറങ്ങാത്തത് കാരണം അത്യാവശ്യം കസ്റ്റമേഴ്സ് ഇതിനൊരു ഫാൻ ബേസ് തന്നെ ഉണ്ട്. നമുക്ക് ഈ ക്രിസ്റ്റയ്ക്കൊക്കെ പറയുമ്പോഴത്തേന് ഇന്നോവയ്ക്കും ക്രിസ്റ്റയ്ക്കും ടൊയോട്ടയുടെ പഴയ ഇന്നോവ അത് മാർക്കറ്റ് തന്നെയാണ്. അത് തന്നെയാണ് ക്രിസ്റ്റയ്ക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഈ ക്രിസ്റ്റ ഈ ഒരു ഷേപ്പ് ഇറങ്ങുന്നില്ലല്ലോ. ഇപ്പോൾ ഈ ഒരു മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കുമല്ലേ. അത്യാവശ്യം നല്ല മാർക്കറ്റ് തന്നെ ഉണ്ട്. നല്ലൊരു അലോയ് വീൽസും അതിലൊരു നല്ല ടയേഴ്സും കിടപ്പുണ്ട്. വണ്ടിയുടെ ബോഡി കണ്ടീഷനൊക്കെ കണ്ടിട്ട് കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഓക്കെ, എത്ര രൂപ ഇറക്കാൻ പറ്റൂടെ ഇത്? നമുക്കിത് കേരളത്തിലോട്ടാക്കി 15.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ഡൗൺ പേയ്മെന്റ് ആയിട്ട് എന്തോ തരേണ്ടി വരും? നമുക്ക് ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മാക്സിമം ഫണ്ടിങ് തരുന്നതാണ്. ഏകദേശം നമ്മളിപ്പോൾ പറഞ്ഞ വിലയുടെ നമുക്കിപ്പം കേരളത്തിലോട്ട് ആക്കുന്നതിൻ്റെ ഒരു കോസ്റ്റ് വരും. ഏകദേശം ഒരു 2 lakhs ആ റേഞ്ച്. അത് നമ്മൾ തരണോ? കസ്റ്റമർ പേ. അപ്പോൾ മൊത്തം 17 അല്ല, ഈ പറഞ്ഞ റേറ്റിനകത്ത് തന്നെ. പിന്നെ അതിനുശേഷം ലോൺ ചെയ്യുന്നതിന് നമുക്ക് മാക്സിമം ഫണ്ടിങ് കിട്ടുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് വിഷയമില്ല. ഇത് വരുമ്പോഴത്തേന് 2016 ഇസഡ് ഓട്ടോമാറ്റിക് ആണ്. 2.8 ലിറ്റർ വരുന്ന ഇന്നോവ ക്രിസ്റ്റയാണ് വരുന്നത്. 2.8. മറ്റേ നമ്മൾ ആദ്യം കണ്ട വണ്ടി 2.4 ആയിരുന്നു. ഇത് 2.8 ആണ്. കുറച്ചും കൂടെ പവർഫുൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഓക്കെ, ഇത് നമ്മളെ കേരള വണ്ടി തന്നെയാണ്. ഒറിജിനൽ കേരള വാഹനം. കേരള വണ്ടി തന്നെ. വണ്ടിക്കാകെ 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനമാണ്. 2 ലക്ഷം തികച്ച്. 2 ലക്ഷം സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ് നടക്കുന്ന വാഹനമാണ്. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇസഡ് ആണ്, ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. 2.8. ഇത് നമുക്ക് ചോദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റിയത്. 17. ഈ വണ്ടി ഇറങ്ങിയപ്പോൾ എന്താണ് വില? ഇതൊക്കെ എങ്ങനെ നോക്കിയാലും ഒരു 10-30 ലക്ഷം രൂപ ആ റേഞ്ച്
വരുന്നുണ്ട്. 28-30 ലക്ഷം രൂപ അടുപ്പിച്ച് കോസ്റ്റ് വരുന്ന ഒരു വാഹനം. നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് 13? നമ്മൾ ചോദിക്കുന്നത് 17 ലക്ഷം രൂപ. 17. ഇപ്പം നിലവിൽ ഇത് ഇറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ മോഹവിലയാണ് ഇതൊക്കെ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ പ്രൈസോ കാര്യങ്ങളല്ല നമ്മൾ ചോദിച്ചേക്കുന്നത്. മാന്യമായിട്ടൊരു വിലയാണ്. നല്ല രീതിയിൽ ചോദിക്കാൻ വന്നതാണ്. നിലവിലുള്ള മാർക്കറ്റ് റേറ്റിൽ തന്നെ നമ്മൾ നല്ലൊരു വില കുറച്ചാണ് നമ്മൾ ഈ വാഹനം ചെയ്തേക്കുന്നത്. ഇത് വരുമ്പോഴത്തേന് 2017 മോഡൽ ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് വേരിയന്റിൽ വരുന്നൊരു വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 60,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന ഒരു വാഹനമാണ്. 60,000 കിലോമീറ്ററിൻ്റെ മേജർ സർവീസ്, 1,05,000 രൂപയുടെ മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന ഒരു വാഹനമാണ്. പക്ക ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും പക്ക ഹൈലി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. വണ്ടിക്കകത്തൊക്കെ കൊള്ളാം. നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇതുള്ളതല്ലേ? അതൊക്കെ ഇതിനകത്തുള്ള സ്റ്റോക്ക് കണ്ടീഷനാണ് വണ്ടി. നിലവിൽ എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. വണ്ടി ഇപ്പോൾ നിലവിൽ കിടക്കുന്ന സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കിടക്കുകയാണ്. പുഷ് സ്റ്റാർട്ട് ബട്ടൺ എല്ലാം വരുന്ന മോഡലാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് വണ്ടി. പിന്നെ പോഷ് വണ്ടിയും കൂടി ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ഗമ. നല്ല അലോയ് വീൽസ് കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ജീപ്പ് കോമ്പസ് വരുമ്പോഴത്തേന് നമുക്ക് ഫൈനൽ റേറ്റ് എത്രയാണ്? 11 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. 11 ലക്ഷം. എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ട്രാക്കുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഇതിന് 90% ഫണ്ടിങ് കിട്ടും. നമുക്കൊരു 1 ലാഖൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇറക്കാം. ഇത് 2020 മോഡൽ പോളോ 1 ലിറ്റർ TSI ഹൈലൈറ്റ് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം. എന്താ ഓടി? 74,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് 1 ലിറ്റർ പോളോ TSI ഹൈലൈൻ ആണല്ലേ? ഹൈലൈൻ വേരിയൻ്റ്, ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ് വരുന്നത്. ഈ വണ്ടിക്കാകെ കൊള്ളാം. വൃത്തിയായിട്ടിരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്ക് AC ഒക്കെ വരുന്ന മോഡലാണ്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? നമുക്ക് 6,99,000 രൂപയ്ക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. ബാക്ക് ടയർ ആവറേജ്, നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതിന് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ക വണ്ടി. 6,99,000 രൂപയ്ക്ക്. അപ്പോൾ 7 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ പോരെ? അങ്ങനെയെങ്കിൽ അങ്ങനെ. അടുത്തത് തന്നെ 2016-17 i20 ഇറ പ്ലസ് സ്പോർട്സ് ലോട്ട് കൺവേർട്ട് ചെയ്തേക്കുന്ന ഒരു വാഹനമാണ്. ഇത് വരുമ്പോഴത്തേന് സെക്കൻഡ് ഓണർഷിപ്പ് 63,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്നത് ഫാൻസി നമ്പറുള്ളൊരു വാഹനം. നമുക്ക് അഡീഷണൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറ പ്ലസ് സ്പോർട്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ അലോയ്സ് വീൽസ്, നമുക്ക് സീറ്റ് കവർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ആംറസ്റ്റ് ഇതെല്ലാം ചെയ്തേക്കുന്ന ഒരു വാഹനമാണ്. അഡീഷണൽ ഒരുപാട് പണി എടുത്തിട്ടുണ്ട്. ഒരുപാട് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന വാഹനമാണ്. സബ്ബൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ സബ്ബൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റവും എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല മെനയായിട്ടിരിക്കുന്നൊരു വണ്ടി. അതിൽ ഡ്രൈവർ സൈഡ് സീറ്റ് കവർ മാത്രം ചെറിയൊരു പാളിച്ച ഉണ്ട്. സീറ്റ് കവർ അടിച്ചേക്കുന്നതാണ്. അഡീഷണൽ തന്നെ മണ്ടേ കൂടെ സീറ്റ് കവർ ചെയ്തേക്കുന്നതാണ്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ടയറും അത്യാവശ്യം നല്ല ടയറുണ്ട്. അതേപോലെ അത്യാവശ്യം മനോഹരമായൊരു അലോയ് വീൽസും ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? നമുക്കിത് 5.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്യാം. 5.5 ലക്ഷം രൂപ. ഡീസലാണോ പെട്രോൾ? ഡീസൽ വാഹനം. നല്ല മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടും. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. ബോഡി ഷേപ്പൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. 2015 മോഡൽ ഹോണ്ട ജാസ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 1,19,000 കിലോമീറ്റർ ഓടിക്കുന്ന വാഹനമാണ്. VX എന്ന് പറയുന്നൊരു വേരിയൻ്റ് ആണ് വരുന്നത്. ഡീസൽ വാഹനം. പെട്രോളോ ഡീസൽ? ഡീസൽ. അതിൻ്റെ സീറ്റൊക്കെ ഇൻറ്റീരിയർ നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യം. സീറ്റൊക്കെ ചെയ്തേക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വെച്ച സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. വണ്ടിക്കകം കാണാൻ അതുകൊണ്ട് തന്നെ നല്ല പോഷ് ലുക്ക് കൊള്ളാം. ഇത് മേജർ സർവീസൊക്കെ എങ്ങനെയാണ്? അതെല്ലാം കഴിഞ്ഞ് നടക്കുന്ന വാഹനമാണ്. വണ്ടിയുടെ ബാക്ക് സൈഡ് കൊള്ളാം. പക്ഷേ ബാക്ക് AC വെൻ്റ് ഇല്ലേ? റിയർ AC വെൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ടയേഴ്സൊക്കെ കൊള്ളാം. ടയർ 4 സൈഡും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയാണ്? എത്രയാണ് ചോദ്യം? ഇത് വരുമ്പോഴത്തേനും നമുക്ക് ഫൈനൽ 4.25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്യാം. 4.25 ലക്ഷം. അതെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? കേട്ടില്ല. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വാഹനത്തിന്. വണ്ടി കാണാൻ കൊള്ളാം. കുഴപ്പമില്ല. നല്ല ബോഡിയാണ്. അതേപോലെ പെയിൻ്റ് ഒക്കെ കാണാൻ. ഏത് വർഷമായിരുന്നു? 2015 V വേരിയൻറ്റ്. പക്ഷേ വലിയ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് ഒന്നും കാണുന്നില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. അങ്ങനെ 2 എപ്പിസോഡായിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നോവകൾ ഇത്രയുള്ള ഒരു ഷോപ്പ് ഞാൻ ഈ ഇടയ്ക്കൊന്നും പോയി എടുത്തിട്ടില്ല.
അപ്പോൾ കണ്ടപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത്രയും വലിയ വണ്ടികളെല്ലാം കൂടി ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇന്നോവ നോക്കുന്നവർക്ക് എല്ലാവർക്കും വേറെ മാറി മാറി നോക്കണ്ട, ഇന്നോവയും എന്തുവാ ഡസ്റ്ററും ക്രെറ്റയും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വണ്ടികൾ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ അതങ്ങോട്ട് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലൊക്കെ നല്ല മാന്യമായ വിലയിലാണ് വില പറഞ്ഞതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നിങ്ങളിനി കണ്ടിട്ട് പറയുക ഇത് മാന്യമായ വിലയാണോ, എത്രമാത്രം മാന്യമായ വിലയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച വിലയ്ക്കൊക്കെ തന്നെയാണോ ഇവൻ പറഞ്ഞത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് പറയണം. അതേപോലെ നിങ്ങൾക്ക് ഉതകുന്ന നല്ലൊരു വീഡിയോ ഞാൻ ചെയ്തു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.